വെൽക്കം ടു സാസ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്. കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ടൈം കിട്ടാറില്ല, അതാണ് കാരണം. ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ടൈം കിട്ടാറില്ല. ഇതിപ്പോൾ ഇന്നലെ ഞങ്ങളൊരു സ്ഥലത്ത് പോയായിരുന്നു, അപ്പോൾ അതൊരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിവിടെ ഒരു പാർക്കിലാണെങ്കിൽ ഒരു ഡേറ്റ്സ് ഫെസ്റ്റിവൽ നടന്നതാണ്. ഇതിവിടെ ഫസ്റ്റ് ടൈം നടന്നതാണ്. അപ്പോൾ ഇന്നലെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ അറബിക്കിൻ്റെ ട്രഡീഷണലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഒരു ചെറിയ എക്സിബിഷൻ പോലെ. അത് പിള്ളേർക്കൊക്കെ കാണാനൊക്കെ ആണെങ്കിലും നല്ല ഒരു രസമാണ്. ഇവിടെ ഇപ്പോൾ സമ്മറാണല്ലോ, നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകുന്നതൊക്കെ വളരെ കുറവാണ്. കാരണം ഒരു 7 മണിയൊക്കെ ആയാലും ഭയങ്കര നല്ല കാറ്റൊക്കെ ആണെങ്കിലും അത് നല്ല ചൂട് കാറ്റൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ചൂടിൻ്റെ ഒരു ക്ലൈമറ്റ് ആകുമ്പോൾ നമുക്ക് പുറത്ത് പോകാനും തോന്നത്തില്ല, കാരണം നല്ല ക്ഷീണമൊക്കെ ആകുമല്ലോ. അപ്പം ഇതിങ്ങനെ വന്നപ്പോൾ അകത്ത് നല്ല അധികം ചൂടില്ല, നല്ല തണുത്ത കണ്ടീഷനൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്കിത് നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇതവിടുത്തെ ചെറിയ ചെറിയ കുറേ സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം അവരുടെ കുറേ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഡ്രസ്സിങ്സ്, ഫുഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഡേറ്റ്സിൻ്റെ ട്രീ വെച്ചിട്ടാണ്, അതിൻ്റെ ലീഫ് വെച്ചിട്ടൊക്കെയാണെന്ന് തോന്നുന്നു അവരിങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവിടെ ആണെങ്കിൽ അവിടെ ഇവർ കണ്ടില്ലേ, ആ പാം ട്രീയുടെ ലീഫ് വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്നതാണ്. ബാഗ്, ഫ്ലവർ പോട്ട്, പിന്നെ ചപ്പൽ പോലത്തെയൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ അവർ നമുക്കതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തും തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ, ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്കൊക്കെ ഇതൊക്കെ കണ്ടൊരിതില്ലായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ പോയി കാണുമ്പം നല്ലതായിരിക്കും, കാരണം അവർക്കതൊക്കെ ആദ്യമായിട്ട് കാണുന്നതല്ലേ. ഇവിടെ ഇട്ടറിയിലാണെങ്കിൽ ഇതൊക്കെ പോയി കണ്ട് നല്ല ഹാപ്പിയായി അവന്. പിന്നെ അവിടെ പിള്ളേർക്ക് ഡ്രോയിങ് സെഷൻ ഉണ്ടായിരുന്നു, അത് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അങ്ങനെ അവിടെ പോയി പിക്ചറൊക്കെ വരയ്ക്കുവാനും ഒക്കെ പറ്റുന്നത്. പിന്നെ ഇവരുടെ തന്നെ ട്രഡീഷണൽ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പേട്രിയിൽ ഉറക്കമായിരുന്നു. ഇപ്പോൾ അവൻ എഴുന്നേറ്റപ്പോൾ അവനിങ്ങനെ പറയാണ്. അങ്ങനെ പിന്നെ അവരുടെ ഫുഡ്സൊക്കെ തന്നെ വെറൈറ്റി ഫുഡ്സൊക്കെയാണ്. പിന്നെ എന്താ അതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല. പിന്നെ കണ്ടില്ലേ, 2 മ്യൂസീഷ്യൻസ് അവിടെ ഇരുന്നിട്ട് ഗിത്താറ് അങ്ങനെ കുറേ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, പാട്ട് പാടിക്കൊണ്ട്. അതും നല്ല രസമായിരുന്നു കാണാനൊക്കെ. അങ്ങനെ ഇന്നലത്തെ ഒരു ഈവനിങ് നല്ല ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനത്തെ ഒരിത്. അത് നല്ലതായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇങ്ങനെ കുറേ ഡേറ്റ്സൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, നല്ല ഡേറ്റ്സൊക്കെ ഇങ്ങനെ കിട്ടിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. ഇതിൽ ഈ റെഡ് ഡേറ്റ്സ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എന്താ അവിടുത്തെ ഇങ്ങനെ കുറേ ഒരു ഏരിയയിൽ ഇങ്ങനെ കുറേ ഒരു ഗാർഡൻ പോലെ, അതായത് കുറേ ചെടികളൊക്കെ, അതിൻ്റെ ഇടയിൽ കൂടി കുറേ ലൈറ്റ്സൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ അവിടെ കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി. മാംഗോ, പപ്പായ, പൈനാപ്പിൾ, പിന്നെ കിവി, ഫൂജി, പിന്നെ അങ്ങനെ ഡേറ്റ്സ് തന്നെ. ഡേറ്റ്സ് ഒരു വലിയൊരു ടൈപ്പ് ഡേറ്റ്സ് ഞാൻ കണ്ട്. അതൊക്കെ ഒരു അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനും നല്ലതായിരുന്നു. ഷുഗർ കെയിനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജ് ഒന്നും പറയാൻ പറ്റത്തില്ല, അതിലേക്കാളൊക്കെ ഒരുപാട് ചെറുതാണെങ്കിലും നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ പോയാൽ. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ കണ്ടില്ലേ. മാങ്ങയൊക്കെ കണ്ടില്ലേ, നല്ല വലിയ മാങ്ങയൊക്കെയാണ്. അങ്ങനെ പല ടൈപ്പ് ഫ്രൂട്ട്സൊക്കെ അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. കിവി, പൈനാപ്പിൾ കണ്ടില്ലേ, ഒരു കൊല വാഴ വെച്ചേക്കുന്നത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞങ്ങളവിടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഇതൊക്കെ. പിന്നെ എന്താ നമുക്ക് അവിടെ പെർഫ്യൂമൊക്കെ ഉണ്ടായിരുന്നേ.
പെർഫ്യൂം അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. പെർഫ്യൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ചില സാധനം ഫുഡ്സൊക്കെ ആണെങ്കിലും മേടിച്ചിട്ട് പോകാനൊക്കെ പറ്റുമേ. നല്ല പെർഫ്യൂമുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നാണെങ്കിൽ എന്താ അവരുടെ ഡ്രസ്സിങ് കാര്യങ്ങൾ, പിന്നെ അവരുടെ ആൾക്കാരായിരുന്നു കൂടുതലും അവിടെ. അപ്പം എന്താ എല്ലാവർക്കും ഒരു ഈവനിങ് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. ഇതൊക്കെ അവർ ഹാൻഡ് വർക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുവാണ് ഓരോന്നുകൊണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ. പിന്നെ ഒരു ഹണിയുടെ ഒരു സംഭവം ഞാൻ കണ്ട, തേനിങ്ങനെ വിൽക്കുന്നത്. അപ്പം ആ ഹണിയുടെ ഇത് വെച്ചിട്ട് അവർ വാക്സ് വെച്ചിട്ട് ഇങ്ങനെ ക്യാൻഡിൽ പോലെയൊക്കെ അവരുണ്ടാക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഈ ഹാൻഡ് വർക്ക് ചെയ്തതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ ഇങ്ങനെ ഇതൊക്കെ വെച്ച് ചെയ്തതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഒരു വെറൈറ്റി സംഭവങ്ങൾ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കാണുമെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷം തന്നെയാണ്. ഇത് ഇവിടുത്തെ ഒരു പ്ലാന്റ്, നേരത്തെയുള്ള പ്ലാന്റ് അവരിങ്ങനെ എടുത്ത് വെച്ചേക്കുവാന്ന് തോന്നുന്നു. ട്രീയുടെ വുഡാന്ന് തോന്നുന്നത്. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ വാക്സ് വെച്ചിട്ട് അവർ ക്യാൻഡിൽ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല രസമല്ലേ കാണാൻ ഇതൊക്കെ. പിന്നെ ഇവിടുത്തെ പിള്ളേരുടെ ചെറിയ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ട്. അത്രയും കണ്ടിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.